ഹലോ, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് കൊക്കോപീറ്റ് എങ്ങനെയാണ് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതെന്ന്. വളരെ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കൊക്കോപീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കൊക്കോപീറ്റ് നമ്മൾ ചെടികൾക്ക് ഗാർഡൻ സോയിലിൻ്റെ കൂടെ മിക്സ് ചെയ്ത് നമ്മൾ ഈ കൊക്കോപീറ്റ്, അതായത് ചകിരിച്ചോറ് നമ്മൾ മണ്ണിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് നടുമ്പോൾ ചെടിയുടെ വേര് നല്ലതുപോലെ ഓടാൻ അത് നല്ലതാണ്. അതായത് വേര് നല്ലതുപോലെ പടർന്ന് വരാൻ നല്ലതാണ് ഈ കൊക്കോപീറ്റ് സഹായിക്കുക. അതുപോലെ തന്നെ നല്ലതുപോലെ ഓക്സിജനേഷനും ചെടികളുടെ വേരിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊക്കോപീറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിപ്പം ഇത് ഡിസ്ക് ഷേപ്പിലുള്ള കൊക്കോപീറ്റാണ്. നമുക്ക് വാങ്ങാൻ ഡിസ്ക്, ബ്രിക്ക് ഷേപ്പിൽ, അങ്ങനെ പല 1 കിലോ കൊക്കോപീറ്റ്, 2 കിലോ, 5 kg, അങ്ങനെ പല അളവിലുള്ള കൊക്കോപീറ്റ് നമുക്ക് വാങ്ങാൻ കിട്ടും. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ച് കഴിയാന്നേരം ഇതേ പരുവത്തിനാക്കിയെടുക്കും. ഇനിയുമാണ് നമ്മളിത് മണ്ണിലേക്ക് മിക്സ് ചെയ്ത് നമ്മൾ ചെടികൾ നടാൻ പോകുന്നത്, അതുപോലെ വിത്ത് പാകി എടുക്കാൻ പോകുന്നത്. അങ്ങനെ ഒത്തിരി ഉപയോഗങ്ങൾ നമുക്ക് കൊക്കോപീറ്റ് കൊണ്ട് ഉപയോഗിക്കാം. നഴ്സറികളിൽ, വലിയ ലാർജ് സ്കെയിൽ ഗാർഡനിൽ, അതേപോലെ നമ്മുടെ ഹോം ഗാർഡനെ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണ് നമ്മുടെ കൊക്കോപീറ്റ്. വളരെ നിസ്സാരമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇത് കണ്ടില്ലേ, നമ്മൾ തേങ്ങയൊക്കെ പൊതിച്ചതിന് ശേഷം അതിൻ്റെ കൂടെ കിട്ടുന്ന ചകിരിച്ചോറാണ്. ഈ ചകിരി നമ്മൾ ജസ്റ്റ് ഇതുപോലെ വേർപെടുത്തിയെടുക്കുക. ഇങ്ങനെ വേർപെടുത്തുമ്പോൾ തന്നെ നിങ്ങൾ കാണാൻ സാധിക്കുന്നുണ്ട് അതിൽ നിന്ന് ചെറിയ ചെറിയ കൊക്കോപീറ്റ് താഴേക്ക് വീഴുന്നതായിട്ട്. കണ്ടില്ലേ, ഈ ചെറിയൊരു പ്രോസസ്സിലൂടെ തന്നെ നമുക്ക് ഒരു പിടി കൊക്കോപീറ്റൊക്കെ കിട്ടും. ഇത് കണ്ടില്ലേ, ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് ചകിരിച്ചോറ് താഴേക്ക് വീഴുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ കൊക്കോ ഫൈബർ, ചകിരിയുടെ നാര് വേറെയായിട്ടും കിട്ടുന്നത് കാണാൻ പറ്റും. എങ്കിൽ തന്നെയും കംപ്ലീറ്റ് നമുക്ക് ഈ ചകിരിച്ചോറും ചകിരി നാരും വേർപെടുത്തി കിട്ടാൻ വേണ്ടി ഇതേപോലെ ചെയ്യണം. നമ്മുടെ 2 കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഫ്രിക്ഷൻ റബ്ബ് കൊടുക്കണം. ഇതേപോലെ നല്ലതുപോലെ റബ്ബ് ചെയ്ത് കഴിയാൻ നേരം നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടില്ലേ, ഇത്രയും കാര്യം ചെയ്തുള്ളൂ. അപ്പോഴേക്കും ഒരു പിടി കൊക്കോപീറ്റ് ചകിരിച്ചോറ് നമുക്ക് കിട്ടി. ഇതല്ലാതെ തന്നെ വേറെ ഒരുപാട് ലാർജ് സ്കെയിലിൽ ഉണ്ടാക്കുന്ന മെത്തേഡ് വേറെയാണ്. ഇത് നമുക്ക് വീട്ടിൽ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്ന ഒരു ടെക്നിക്കാണ്. നമ്മുടെ കൈ കൊണ്ട് തന്നെ ഇതുപോലെ റബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ ആവശ്യത്തിന് ചകിരിച്ചോറ് കിട്ടും. ഇത് നമുക്ക് മണ്ണിൽ മിക്സ് ചെയ്ത് നടാൻ പറ്റും. അതുപോലെ തന്നെ വിത്തുകൾ മുളപ്പിച്ചെടുക്കാനും ഒക്കെ ഇത് നല്ലൊരു മീഡിയമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും വളരെ ഈസി ആയിട്ട് എങ്ങനെയാണ് കൊക്കോപീറ്റ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതിനി വെള്ളത്തിലൊക്കെ കുതിർത്ത് വെച്ച് ഉണക്കിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് കുറേ നാളിത് വെക്കാൻ പറ്റും. അതുമാത്രമല്ല, ഇത് നമുക്ക് ചെടികളുടെയൊക്കെ വേരോടാനും ചെടികൾ നല്ലതുപോലെ കിളിക്കാനും ഒക്കെ ഈ കൊക്കോപീറ്റ് നല്ലപോലെ സഹായിക്കും. ഓക്കെ, അന്നേരം ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ലിൻസീസ് ലിങ്ക് നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതുപോലെ തന്നെ എല്ലാവരും കൊക്കോപീറ്റ് ഇതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കി നോക്കണം. ഓക്കെ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസിയാണ്. നമുക്ക് കൊക്കോപീറ്റും ചകിരിച്ചോറും അതുപോലെ തന്നെ അതിൻ്റെ ചകിരിയുടെ നാരും വേറെയായിട്ട് കിട്ടും. ചകിരിച്ചോറ് വേറെ, ചകിരി നാര് വേറെയായിട്ട് കിട്ടും. ഇത് മാത്രമല്ല, വേറൊരു മെത്തേഡ് കൂടിയുണ്ട്. ആ മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ഇതിലും കൂടുതൽ നമുക്ക് ചകിരിച്ചോറ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഞാൻ കാണിച്ചു തരാം. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഇതേ രീതിയിൽ ഉണ്ടാക്കി വെച്ച ചകിരിച്ചോറാണ്. ഇത് കണ്ടില്ലേ, ഇതേപോലെ ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചു. പിന്നീട് ഉണക്കി മാറ്റി വെച്ചിരിക്കുന്നതാണ്. ഇങ്ങനെ കുറേ നാൾ നമ്മൾ ഓരോ ദിവസവും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് നല്ലൊരു എമൗണ്ട് കൊക്കോപീറ്റ് നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി നമുക്ക് വേറൊരു മെത്തേഡ് കൂടി കാണാം. ഓക്കെ, നമ്മൾ തൊണ്ടിൽ നിന്ന് ചകിരി നമ്മൾ വേർപെടുത്തി എടുക്കുക. ഓക്കെ, തൊണ്ടിൽ നിന്ന് ചകിരി ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു സിസർ ഉപയോഗിച്ച് നല്ല കട്ടിയുള്ള ഇതുപോലുള്ള പ്രൂണിങ് സിസർ കൊണ്ട് ചകിരി കട്ട് ചെയ്തെടുക്കാൻ പാടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ സാധാരണ സിസർ എടുക്കുക. അതുകൊണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. പുതിയ മിക്സിയൊന്നും എടുക്കരുത്, കാരണം അതിൻ്റെ ബ്ലേഡൊക്കെ നാശമായി പോകാനുള്ള ഇതുകൊണ്ട്. അതുകൊണ്ട് തന്നെ പഴയ മിക്സിയുടെ ജാറിൽ നമുക്കിതുപോലെ ഉപയോഗിക്കാം. ഇതേപോലെ മാക്സിമം ചെറിയ പീസാക്കി നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അതുപോലെ കട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അന്നേരം കൂടുതൽ കൊക്കോപീറ്റ് അതിൽ നിന്ന് നമുക്ക് കിട്ടും.
ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് ഞാൻ കാണിക്കാം. എത്ര മാക്സിമം സ്പീഡിലിട്ട് അടിക്കുക. അന്നേരം നല്ലപോലെ പെട്ടെന്ന് തന്നെ നമുക്കിതായി കിട്ടും. ഒരുപാട് സമയമൊന്നും വേണ്ട. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ചകിരിച്ചോറും ചകിരിയുടെ നാരും വേർപെട്ട് കിട്ടുന്നതായിരിക്കും. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ്. ഇത് മിക്സിയുടെ ജാറിലിടുക, അടിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി. മിക്സിയിൽ അടിച്ച് ഇപ്പോൾ റെഡിയായി കഴിഞ്ഞു. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ചകിരി നാര് വേറെ ആയിട്ടും വന്നിട്ടുണ്ട്. അതുപോലെ ഈ കൊക്കോപീറ്റാണ് മിക്സിയുടെ അടിയിൽ കിടക്കുന്നത്. ഓക്കെ, അന്നേരം കൊക്കോപീറ്റ് ഇവിടെ റെഡിയായി. കൊക്കോ ഫൈബറും കൊക്കോപീറ്റും രണ്ടായിട്ട് നമുക്ക് കിട്ടും. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് മണ്ണിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇത് നല്ലതുപോലെ വാഷ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഉണക്കി ഡ്രൈ ആയിട്ടും സൂക്ഷിക്കാം. എങ്ങനെ വേണമെങ്കിലും ഇത് എടുക്കാവുന്നതാണ്. ഈസി ആയിട്ട് എല്ലാവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത്. ഈ ഒരു രീതിയിൽ നമുക്ക് ഗാർഡൻ വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു മെത്തേഡിൽ ഞാൻ ഉണ്ടാക്കിയെടുത്ത കൊക്കോപീറ്റാണ് ഇതൊക്കെയും തന്നെ. ഇത് ഒക്കെയും നമുക്ക് സ്റ്റോർ ചെയ്ത് പിന്നീട് ആവശ്യമുള്ളപ്പോൾ ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ് ലിൻസീസ് ലിങ്ക്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ.